ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫോറിൻ്റെ മറ്റൊരു PSC ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ അനലൈസ് ചെയ്യാൻ പോകുന്നത് പോലീസ് പരീക്ഷയിൽ പുതിയതായി ഉൾക്കൊള്ളിച്ചിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്സും ഓരോ ടോപ്പിക്സിൽ നിന്നുള്ള മാർക്കിനെ കുറിച്ചുമാണ്. പോലീസിൻ്റെ പുതിയ സിലബസ് പ്രകാരം നമുക്ക് പഠിക്കാനുള്ളത് 8 സെക്ഷനുകളാണ്. ഈ 8 സെക്ഷനുകളിൽ നിന്ന് 20 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് വരുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ആ 8 സെക്ഷനുകളെന്നും അതിൽ നിന്നുള്ള മാർക്കിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ഫസ്റ്റ് സെക്ഷൻ IPC അഥവാ ഇന്ത്യൻ പീനൽ കോഡ് 1860, അതിൽ നിന്നും 4 മാർക്ക്. അടുത്തത് CRPC അഥവാ ദ കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ 1973, 3 മാർക്ക്. അടുത്തത് ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1872, 2 മാർക്ക്. കേരള പോലീസ് ആക്ട് 2011, 3 മാർക്ക്. NDPS ആക്ട് ദ നർക്കോട്ടിക് ഡ്രഗ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് 1985, 2 മാർക്ക്. അടുത്ത പോസ്കോ ആക്ട് 2012, അതായത് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻസ് ഫ്രം സെക്ഷൽ ഒഫൻസസ്, അതിൽ നിന്നും 2 മാർക്ക്. IT ആക്ട് 2000, അതിൽ നിന്നും 2 മാർക്ക്. RTI ആക്ട് അഥവാ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005 നിന്നും 2 മാർക്ക്. ഇങ്ങനെ 8 സെക്ഷനുകളിലായിട്ട് 20 മാർക്കാണ് പോലീസ് സിലബസിൽ പുതിയതായിട്ട് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. നമ്മൾ മേൽ പറഞ്ഞ 8 സെക്ഷനുകളിൽ 23 അധ്യായങ്ങളാണുള്ളത്. ഈ 23 അധ്യായങ്ങളിൽ 511 സെക്ഷനുകളും ഉണ്ട്. ഈ 511 സെക്ഷനുകളിൽ വെറും 95 സെക്ഷനുകളാണ് നമ്മുടെ ഈ പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ളത്. അതിൽ ആദ്യ സെക്ഷനായിട്ടുള്ള IPC അഥവാ ഇന്ത്യൻ പീനൽ കോഡ് 1860 കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇന്ത്യൻ ക്രിമിനൽ നിയമത്തിലെ എല്ലാ സുപ്രധാന വശങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള സമഗ്രമായ നിയമത്തെ അറിയപ്പെടുന്നതാണ് ഇന്ത്യൻ ശിക്ഷാ നിയമം 1860. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൻ്റെ രൂപീകരണത്തിന് കാരണമായിട്ടുള്ള കമ്മീഷനാണ് മെക്കാളെ കമ്മീഷൻ. എന്താണ്? ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൻ്റെ രൂപീകരണത്തിന് കാരണമായിട്ടുള്ള കമ്മീഷനാണ് മെക്കാളെ കമ്മീഷൻ. ഇന്ത്യയിലെ ആദ്യ നിയമ കമ്മീഷനാണ് മെക്കാളെ ലോ കമ്മീഷൻ. അപ്പോൾ എന്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ നിയമ കമ്മീഷനാണ് മെക്കാളെ ലോ കമ്മീഷൻ. മെക്കാളെ കമ്മീഷൻ രൂപീകരിക്കുമ്പോൾ ഇന്ത്യയുടെ ഗവർണർ ജനറലാണ് വില്യം ബെൻഡിക് പ്രഭു. മെക്കാളെ കമ്മീഷൻ രൂപീകരിക്കുമ്പോഴുള്ള ഇന്ത്യയുടെ ഗവർണർ ജനറലാണ് വില്യം ബെൻഡിക് പ്രഭു. മെക്കാളെ കമ്മീഷൻ രൂപീകരിക്കാൻ കാരണമായ നിയമമാണ് 1833 ചാർട്ടർ ആക്ട്. അതായത് 1833 ചാർട്ടർ ആക്ട് പ്രകാരമാണ് മെക്കാളെ കമ്മീഷൻ നിലവിൽ വന്നത്. അപ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിക്കുക, ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൻ്റെ രൂപീകരണത്തിന് കാരണമായ കമ്മീഷനാണ് മെക്കാളെ കമ്മീഷൻ. ഇന്ത്യയിലെ ആദ്യ നിയമ കമ്മീഷൻ എന്നറിയപ്പെടുന്നത് മെക്കാളെ ലോ കമ്മീഷനാണ്. മെക്കാളെ കമ്മീഷൻ രൂപീകരിക്കുമ്പോൾ ഉള്ള ഇന്ത്യൻ ഗവർണർ ജനറലാണ് വില്യം ബെൻഡിക് പ്രഭു. മെക്കാളെ കമ്മീഷൻ രൂപീകരിക്കാൻ കാരണമായ നിയമമാണ് 1833 ചാർട്ടർ ആക്ട്. ഇന്ത്യൻ പീനൽ കോഡ് അഥവാ IPC രൂപീകരിച്ച വർഷം 1860. എന്നാൽ IPC നിലവിൽ വന്നത് 1862 ജനുവരി 1-നാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, IPC രൂപീകരിച്ച വർഷം 1860, എന്നാൽ IPC നിലവിൽ വന്നത് 1862 ജനുവരി 1-നുമാണ്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലുള്ള അധ്യായങ്ങളുടെ എണ്ണം 23 എണ്ണമാണ്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ചാപ്റ്റേഴ്സ് അഥവാ അധ്യായങ്ങളുടെ എണ്ണം 23 എണ്ണമാണ്. ഈ 23 അധ്യായങ്ങളിലായി ഉൾക്കൊള്ളിച്ചിട്ടുള്ള സെക്ഷനുകളുടെ എണ്ണം 511 ആണ്. 511 സെക്ഷനുകളാണ് ഈ 23 അധ്യായങ്ങളിലായിട്ട് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം IPC നിയമത്തിൽ മൊത്തവും അധ്യായങ്ങളുടെ എണ്ണം 23 എണ്ണമാണ്. ഈ 23 അധ്യായങ്ങളിലായി ഉൾക്കൊള്ളിച്ചിട്ടുള്ള സെക്ഷനുകളുടെ എണ്ണം 511 ആണ്. ഈ 511 സെക്ഷനുകളിൽ നമുക്ക് വെറും 95 സെക്ഷൻ മാത്രമാണ് PSCക്ക് ചോദിക്കുന്നത്. PSCയുടെ സിലബസ് പ്രകാരം ആദ്യ സെക്ഷൻ എന്ന് പറയുന്നത് ജനറൽ എക്സംഷൻസ് അഥവാ പൊതുവായ ഒഴിവാക്കലുകൾ. അതായത് 511 സെക്ഷനുകളാണ് മൊത്തവും ഉള്ളത്. അതിൽ 76 മുതൽ 106 വരെയുള്ള സെക്ഷനുകളെയാണ് ജനറൽ എക്സംഷൻസ് ആയിട്ട് കണക്കാക്കുന്നത്. ഈ ജനറൽ എക്സംഷൻസ് എത്രാമത്തെ ചാപ്റ്ററിലാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചാപ്റ്റർ 4, അതായത് 4ാമത്തെ ചാപ്റ്ററിലാണ് ജനറൽ എക്സംഷൻസിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ സെക്ഷൻ 81 നോക്കാം. ആക്ട് ലൈക്ലി ടു കോസ് ഹാം ബട്ട് ഡൺ വിത്തൗട്ട് ക്രിമിനൽ ഇൻറ്റൻറ്റ് ആൻഡ് ടു പ്രിവെൻറ്റ് അതർ ഹാം. അതായത് ഹാനി ഉളവാക്കാൻ ഇടയുള്ളതും എന്നാൽ കുറ്റകരമായ ഉദ്ദേശം കൂടാതെ മറ്റു ഹാനി തടയാൻ വേണ്ടി ചെയ്യുന്നതുമായിട്ടുള്ള കൃത്യം കുറ്റകരമാകുന്നില്ല. അതായത് വലിയൊരു പ്രശ്നം അഥവാ വലിയൊരു തെറ്റ് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട്
നമ്മൾ ചെയ്യുന്ന ചെറിയ തെറ്റുകളെയാണ് ഈ സെക്ഷൻ 81 ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ കാറിനകത്ത് പോകുമ്പോൾ എന്താണ്, കുറേ കുട്ടികൾ റോഡിലോട്ട് പെട്ടെന്ന് ചാടി ഇറങ്ങുന്നു, റോഡ് ക്രോസ് ചെയ്യാനായിട്ട് പെട്ടെന്ന് ചാടി ഇറങ്ങുന്നു. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ആ കുട്ടികളെ കൊണ്ട് വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ അതെന്താണ്, അതൊരു വലിയ തെറ്റാണ് ഇല്ലയോ? ആ ഒരു വലിയ തെറ്റ് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, പെട്ടെന്ന് കാറ് വെട്ടിച്ച് സൈഡിൽ എവിടെയെങ്കിലും കൊണ്ടിടിക്കുന്നു, അല്ലെങ്കിൽ സൈഡിലൊരു മതിൽ കൊണ്ടിടിച്ചു, മതിൽ പൊളിഞ്ഞു പോയി. അതെന്തല്ല, ഒരു തെറ്റല്ല. അതായത് ഈ വലിയൊരു കുറ്റം, ആ കുട്ടികളെ ഇടിക്കുക എന്നുള്ള ആ ഒരു വലിയ കുറ്റം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ചെറിയൊരു തെറ്റ്, അതായത് നമ്മൾ എന്ത് ചെയ്തു, വെട്ടിച്ച് അപ്പുറത്തെ മതിൽ കൊണ്ടിടിച്ചു, അതെന്തല്ല, അതൊരു കുറ്റമായിട്ട് കണക്കാക്കാറില്ല. അതാണ് സെക്ഷൻ 81 പറയുന്നത്. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 82 ആണ്. ആക്ട് ഓഫ് എ ചൈൽഡ് അണ്ടർ 7 years ഓഫ് ഏജ്. അതായത് 7 വയസ്സിനു താഴെ പ്രായമുള്ള കുട്ടിയുടെ കൃത്യം യാതൊന്നും കുറ്റമാകുന്നില്ല. അതായത് 7 വയസ്സിൽ താഴെ പ്രായമുള്ളൊരു കുട്ടി ഇനി എന്ത് കുറ്റം ചെയ്താലും അല്ലെങ്കിൽ എന്ത് തെറ്റ് ചെയ്താലും ആ കുട്ടി ചെയ്യുന്നത് IPC പ്രകാരം ആ കുട്ടിക്കെതിരെ എന്തെടുക്കാൻ പറ്റില്ല, ഒരു കേസ് എടുക്കാൻ പറ്റില്ല. കാരണം ആ കുട്ടിയുടെ പ്രായം എന്ന് പറയുന്നത് 7 വയസ്സിൽ താഴെയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, 7 വയസ്സിൽ താഴെയുള്ളൊരു കുട്ടി എന്ത് കൃത്യം ചെയ്താലും ആ കുട്ടി ചെയ്യുന്നത് എന്തല്ല, ഒരു തെറ്റായിട്ട് പരിഗണിക്കാറില്ല. അതാണ് സെക്ഷൻ 82 പറയുന്നത്. അടുത്ത സെക്ഷൻ 83. ആക്ട് ഓഫ് എ ചൈൽഡ് എബോവ് 7 and under 12 ഓഫ് ഇമ്മച്വർ അണ്ടർസ്റ്റാൻഡിങ്. അതായത് 7 വയസ്സിന് മുകളിലും 12 വയസ്സിൽ താഴെയും പ്രായമുള്ളതും താൻ ചെയ്യുന്ന കൃത്യത്തിൻ്റെ അനന്തരഫലം നിർണ്ണയിക്കുവാൻ ധാരണാശക്തിക്ക് വേണ്ടത്ര പക്വത വന്നിട്ടില്ലാത്തതുമായ ഒരു കുട്ടി ചെയ്യുന്ന യാതൊന്നും കുറ്റകരമാകുന്നില്ല. അതായത് 7 വയസ്സിനും 12 വയസ്സിനും ഇടയിലുള്ളൊരു കുട്ടി ഒരു കൃത്യം ചെയ്യുന്ന സമയത്ത് താൻ ചെയ്യുന്ന കൃത്യത്തിൻ്റെ അല്ലെങ്കിൽ താൻ ചെയ്യുന്ന തെറ്റിൻ്റെ അനന്തരഫലങ്ങൾ അഥവാ ആഫ്റ്റർ ഇഫക്റ്റ് ആ കുട്ടിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. ഓക്കെ, അങ്ങനെ ഉള്ള സാഹചര്യത്തിൽ ആ കുട്ടിക്കെതിരെ എന്ത് ചെയ്യാൻ പറ്റില്ല, കേസെടുക്കാൻ പറ്റില്ല. അതായത് ആ കുട്ടി ചെയ്യുന്ന ആ ഒരു കൃത്യം എന്തായിട്ട് പരിഗണിക്കാൻ പറ്റില്ല, ഒരു കുറ്റമായിട്ട് പരിഗണിക്കാൻ പറ്റില്ല. ഒന്നുകൂടെ ശ്രദ്ധിക്കുക, 7 വയസ്സിനും 12 വയസ്സിനും ഇടയിലുള്ളൊരു കുട്ടി ഒരു കൃത്യം ചെയ്യുന്ന സമയത്ത് ആ കൃത്യത്തിൻ്റെ അനന്തരഫലം ആ കുട്ടിക്ക് അറിഞ്ഞുകൂടാ എങ്കിൽ ആ കുട്ടിക്കെതിരെ എന്ത് ചെയ്യാൻ പറ്റില്ല, കേസെടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ആ കുട്ടി ചെയ്യുന്ന തെറ്റ് ഒരു കൃത്യമായിട്ട് പരിഗണിക്കാനായിട്ട് സാധിക്കില്ല. അതാണ് സെക്ഷൻ 83 പറയുന്നത്. ഓക്കെ, അടുത്ത സെക്ഷൻ 84. ആക്ട് ഓഫ് എ പേഴ്സൺ ഓഫ് അൺസൗണ്ട് മൈൻഡ്. അതായത് ഒരു വ്യക്തി കൃത്യം ചെയ്യുന്ന സമയത്ത് മനസ്സിൻ്റെ അസ്വാസ്ഥ്യം കാരണം താൻ ചെയ്യുന്ന പ്രവൃത്തിയുടെ സ്വഭാവം അറിയാൻ കഴിവില്ലാത്തതോ അല്ലെങ്കിൽ നിയമവിരുദ്ധമാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം അറിയുവാൻ കഴിവില്ലാത്തതുമായ ഒരാൾ ചെയ്യുന്ന യാതൊന്നും കുറ്റകരമല്ല. അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മെൻ്റലി ഡിസോർഡർ ആയിട്ടുള്ള ആൾക്കാർ അഥവാ മാനസികമായി അസുഖങ്ങളുള്ള ആൾക്കാർ ചെയ്യുന്ന തെറ്റുകുറ്റങ്ങൾ എന്തായിട്ട് പരിഗണിക്കാറില്ല, ഒരു കുറ്റമായിട്ട് പരിഗണിക്കാറില്ല. കാരണം എന്താണ്, അവർ ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്നോ അത് നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണോ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊന്നും അവർക്ക് പൂർണ്ണമായിട്ടുള്ള ധാരണയില്ല, ഇല്ലയോ? അപ്പം അതാണ് അൺസൗണ്ട് മൈൻഡ് എന്ന് പറയുന്നത്. അതായത് മാനസികമായിട്ട് അസുഖങ്ങളുള്ള ആൾക്കാർ, അതാണ് പറയുന്നത്. അതിനൊരു വാക്കെടുത്ത് പറയുന്നുണ്ട്, അസ്വാസ്ഥ്യം കാരണം. മീൻസ് എന്താണ്, മാനസികമായിട്ടുള്ള അസുഖങ്ങൾ കാരണം അവർ ചെയ്യുന്ന പ്രവൃത്തികൾ എന്തായിട്ട് കണക്കാക്കാറില്ല, ഒരു കുറ്റകരമായിട്ട് കണക്കാക്കാറില്ല. അതാണ് സെക്ഷൻ 84, ആക്ട് ഓഫ് എ പേഴ്സൺ ഓഫ് അൺസൗണ്ട് മൈൻഡ്. അടുത്തത് ഈ ക്ലാസ്സിലെ ലാസ്റ്റ് സെക്ഷനായിട്ടുള്ള സെക്ഷൻ 85 ആണ്. ആക്ട് ഓഫ് എ പേഴ്സൺ ഇൻകാപ്പബിൾ ഓഫ് ജഡ്ജ്മെൻറ്റ് ബൈ റീസൺ ഓഫ് ഇൻടോക്സിക്കേഷൻ കോസ്ഡ് എഗെയിൻസ്റ്റ് ഹിസ് വിൽ. അതായത് തൻ്റെ ഇഷ്ടത്തിന് എതിരായി ലഹരിക്കടിമയായ കാരണത്താൽ താൻ ചെയ്യുന്ന കൃത്യത്തിൻ്റെ സ്വഭാവമോ തെറ്റായതോ അല്ലെങ്കിൽ നിയമത്തിന് വിപരീതമായതോ ആണ് ചെയ്യുന്നതെന്നുള്ള കാര്യം അറിയുവാൻ കഴിവില്ലാത്ത ഒരാൾ ചെയ്യുന്ന യാതൊന്നും കുറ്റകരമല്ല. അതായത് നമ്മുടെ പൂർണ്ണ അനുവാദം കൂടാതെ നമ്മളെ എന്തിനടിമയാക്കുന്നു, ലഹരി മരുന്നിന് അടിമയാക്കിയ ശേഷം നമ്മളെ കൊണ്ട് ഓരോ കുറ്റകൃത്യങ്ങൾ ചെയ്യിക്കുന്നു. ആ സാഹചര്യത്തിൽ നമുക്ക് ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റാണോ അല്ലെങ്കിൽ നിയമത്തിന് വിപരീതമായിട്ടാണോ നമ്മൾ ചെയ്യുന്നതെന്നുള്ള ഒരു പൂർണ്ണ അറിവ് നമ്മുടെ മനസ്സിൽ കാണില്ല. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും അതിനെ എന്തായിട്ട് പരിഗണിക്കാറില്ല, ഒരു തെറ്റായിട്ട് അല്ലെങ്കിൽ ഒരു കൃത്യമായിട്ട് പരിഗണിക്കാറില്ല. അതിനെക്കുറിച്ചാണ് സെക്ഷൻ 85 പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു. നമ്മൾ ഇന്ന് പഠിച്ചത് സെക്ഷൻ 81 to 85 ആണ്. ബാക്കിയുള്ള സെക്ഷനുകൾ നമ്മൾ വരും ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അതേപോലെ തന്നെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക.